ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് വാഗ്ദത്തം ചെയ്ത നസ്രയനായ യേശുവിന്റെ നാമത്തിലുള്ള പ്രഭാത വന്ദനത്തെ ഇന്ന് പകലിലും എൻ്റെ പ്രിയ അഭിഷിക്തന്മാരോടും സഹോദരങ്ങളോടും കൂടപ്പിറപ്പുകളോടും സുഹൃത്തുക്കളോടും അറിയിക്കുന്നു. നിങ്ങൾ എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ദൈവിക അനുഗ്രഹത്തോടും കൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങൾ തുടർമാനമായ ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മെസ്സേജുകൾ നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ആത്മീയ ചൈതന്യത്തിനും ഗുണീകരണത്തിനും കാരണമായി തീരുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു. നമ്മൾ ദുഃഖിച്ചിരുന്നത് കൊണ്ട് ഒരു കാര്യവുമില്ല. ദുഃഖത്തിന്റെ പാനപാത്രം എന്ന പാട്ട് പാടിയത് കൊണ്ട് ഒരു കാര്യവുമില്ല. സന്തോഷത്തിന്റെ പാട്ടുകൾ പാടി ദൈവത്തെ ആനന്ദത്തോടുകൂടി ആരാധിക്കുന്ന ഒരു മനസ്സുണ്ടെങ്കിൽ ഇന്ന് പകലിലും ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ തയ്യാറാണ്. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന് എപ്പോഴും നമ്മുടെ ചിരിച്ച മുഖമാണ് കാണുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നല്ല ചിരിച്ച മുഖത്തോടു കൂടി ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം ഒന്ന് കേൾക്കുവാൻ തയ്യാറായാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരും. എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യം. മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും, നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. വളരെ വ്യക്തമായിട്ടുള്ള ഒരു ദൈവിക അനുഗ്രഹത്തിന്റെ മെസ്സേജാണ്. കണ്ടോ, മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. മുമ്പിലത്തെ കാര്യങ്ങൾ, ഇന്നലകൾ നടന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഇന്ന് മുതൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമെന്ന് ആത്മാവിൽ ഒന്ന് വിളിച്ചു പറയാമോ? ദൈവമേ, നീ എന്നെ ഇന്ന് മുതൽ ഒന്ന് അനുഗ്രഹിക്കും. ഇന്നലത്തെ എൻ്റെ അവസ്ഥകളെ ഞാൻ നോക്കുന്നില്ല, ഇന്നലത്തെ എൻ്റെ സാഹചര്യങ്ങളെ ഞാൻ നോക്കുന്നില്ല, ഇന്നലത്തെ എൻ്റെ പ്രതികൂലങ്ങളെയും പ്രതിതടസ്സങ്ങളെയും ഞാൻ നോക്കുന്നില്ല, ഇന്നലത്തെ എൻ്റെ വിഷമതകളെ ഞാൻ നോക്കുന്നില്ല. പക്ഷെ ഇന്ന് ആസ് ഇറ്റ് ഈസ് നൗ എന്നെ ദൈവം നീ അനുഗ്രഹിക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, മുമ്പുള്ളവയെ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. എന്നിട്ട് പറയുന്നു, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ആമേൻ. ഇന്ന് പകൽക്കാലം എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് നിന്റെയും എന്റെയും ജീവിതത്തിൽ സംതിങ് ന്യൂ, ചില പുതിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നുവെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞാൽ, ഒരു അഭിഷിക്ത നിലയ്ക്ക് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറഞ്ഞാൽ അത് എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കും? ആമേൻ. പണ്ടുള്ളവയെ നിരൂപിക്കരുത്, മുമ്പുള്ളവയെ നീ ഓർക്കരുത്. ഇപ്പോൾ ഇതാ ഒരു പുതിയതൊന്ന് ദൈവം നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ തലമുറയ്ക്ക് വേണ്ടി, നിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം തുറക്കുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്. എന്നിട്ട് ഇവിടെ പറയുന്നതാ, അത് ഇപ്പോൾ ഉത്ഭവിക്കും. അവൻ മരുഭൂമിയുടെ നിർജ്ജന പ്രദേശത്ത് ഞാൻ നിനക്ക് വേണ്ടി ഒരു വഴി തുറക്കും. ആമേൻ. ഹാഗർ നിലവിളിച്ച് തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. എനിക്ക് മരിച്ചാൽ മതി, എനിക്കും എൻ്റെ കുഞ്ഞിന് മരിച്ചാൽ മതി, ഈ ലോകത്തോട് എനിക്ക് ഒരു വലിയ വിഷമതയുണ്ട്, ഈ ലോകം എനിക്ക് വേണ്ട, എനിക്ക് മരിച്ചാൽ മതി എന്ന് പറയുമ്പോൾ അവിടെ ഇതാ ഒരു ദൈവശബ്ദം കേൾക്കുന്നു. ഹാഗറേ, ഹാഗറേ, നീ നിലവിളിക്കുന്നത് എന്താ? ആ നിലവിളിയുടെ മുമ്പിൽ ദൈവം തുറക്കുവാൻ ഇടയായിത്തീർന്നു, ഒരു വഴി തുറന്നു. മരുഭൂമിയുടെ നിർജ്ജന പ്രദേശത്ത് ഹാഗറിന് വേണ്ടി ദൈവം ഒരു വഴി തുറന്നു. ആമേൻ. ആ ദൈവം ഇന്നും ചത്തിട്ടില്ല, ആ ദൈവം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. നീ നിലവിളിക്കുമ്പോൾ നിന്റെ നിലവിളി കേട്ട് മാറിപ്പോകുന്ന ഒരു ദൈവത്തെ അല്ല നീ ആരാധിക്കുന്നത്. നിന്റെ നിലവിളി കേട്ട് നിന്റെ അടുക്കൽ വന്ന് നിനക്ക് വേണ്ടി സകലതും ചെയ്തു തരുന്ന ഒരു ദൈവമുണ്ട്. അവന്റെ പേരാണ് നസ്രയനായ യേശു. ഈ ബൈബിൾ അങ്ങനെയാ വിളിച്ചു പറയുന്നത്. ആ നസ്രയനായ യേശുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ തകർന്നു പോകത്തില്ല. പണ്ടുള്ളവയെ ഓർക്കണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കണ്ട. ഇപ്പോൾ ഞാൻ അതാ പുതിയതൊന്ന് ചെയ്യുന്നു. ആ ദൈവത്തിന്റെ പുതിയ കാര്യങ്ങൾ ഈ ദിവസങ്ങൾ നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. തകർന്നു പോയ ഇടത്ത്, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടെടുത്ത് ഹാഗറിന്റെ നിലവിളി കേട്ടിട്ട് ആ നിലവിളിയുടെ മുമ്പിൽ ഒരു ശബ്ദം പുറപ്പെടുവിച്ചോ, ഞാൻ നിനക്ക് വേണ്ടി മരുഭൂമിയുടെ നിർജ്ജന പ്രദേശത്ത് ഒരു വഴി ഒരുക്കുവാൻ പോകുകയാണ്. ആ വഴി ആ ദൈവം തുറന്നു കൊടുത്തത് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നു. അങ്ങനത്തെ ചില പുതുവഴികൾ നിങ്ങളുടെയും എൻ്റെ ജീവിതത്തിൽ തുറക്കുന്നു എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. May God bless you. Jesus loves you. God be with you. മുമ്പുള്ളവയെ ഓർക്കണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കാൻ വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. ദൈവം നിങ്ങൾക്കായി പുതിയത് ഒന്ന് ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.